സ്വാഗതം. പ്രഭാത ടാരോ കൺട്രീറ്റിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ദിവസം എന്ത് സന്ദേശമാണ് യൂണിവേഴ്സ് നൽകുന്നത് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു കറൻറ്റ് എനർജി എന്ന് പറയുന്നൊരു കാർഡാണ്. രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് ഇന്ന് യൂണിവേഴ്സ് നൽകുന്ന ഗൈഡൻസ് ആണ്. മൂന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് എന്ത് റിസൾട്ട് എന്ത് ഇതിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഇന്നത്തെ നമുക്ക് ഓവറോൾ എനർജി എന്ന് ചോദിച്ചാൽ നമുക്ക് സ്ട്രെങ്ത് എന്ന് പറയുന്നൊരു കാർഡാണ്. സ്ട്രെങ്ത് എന്ന് പറയുന്ന കാർഡ് നമ്മുടെ സ്വാധീന ശക്തിനെ ഇളാക്കുന്നൊരു കാർഡാണ്. പൊതുവേ ഈ കാർഡ് വരുമ്പോൾ നമുക്ക് വളരെ ടഫായിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കും നമ്മൾ പറയും. പക്ഷേ ആ ടഫായിട്ടുള്ള സിറ്റുവേഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്യും. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള സംയമനം പാലിച്ചുകൊണ്ട്, നമ്മുടെ ഉള്ളിലുള്ള സ്നേഹം കൊടുത്തുകൊണ്ട്. നമുക്ക് കണ്ടറിയാം, ഒരു സ്ത്രീ ഒരു സിംഹത്തെ വളരെ ലാളിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ സ്ട്രെങ്ത് എന്ന് പറയുന്ന കാർഡ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ആത്മീയ പാഠം കൂടിയാണ്. അതായത് ചില സിറ്റുവേഷനിൽ നാം നമ്മുടെ സംയമനം പാലിച്ച് നമ്മുടെ സ്വാധീന ശക്തി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ കൺട്രോൾ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ പറയുന്നൊരു ടഫ് പോലത്തെ സിറ്റുവേഷൻ ആയിരിക്കും, പക്ഷേ താങ്കളത് മാനേജ് ചെയ്യുന്നുള്ളതാണ്. എന്ത് ഗൈഡൻസാണ് യൂണിവേഴ്സ് തരുന്നത് ചോദിച്ചപ്പോൾ ദ മൂൺ എന്ന് പറയുന്നൊരു കാർഡാണ്. ഇതും ഒരു മേജർ ആൾക്കാരുടെ കാർഡാണ്. മൂൺ എന്ന് പറയുന്ന കാർഡ് വരുമ്പോൾ നമ്മുടെ ഉള്ളിനുള്ളിൽ അകാരണമായിട്ടുള്ള ഭയങ്ങളുണ്ടാവും എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് തിരിച്ചറിയപ്പെടാത്ത ഇത് വരും. നമ്മൾ ആ മാരീജൻ്റെ ഇത് പറയുന്ന പോലെയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ഓർക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് താങ്കളുടെ ഉള്ളിൽ അകാരണമായിട്ടുള്ള ഭയങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അത് ഒരുപക്ഷേ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ വിചാരിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യാൻ യൂണിവേഴ്സ് ഉണ്ടെന്നുള്ളതാണ്. ഇത് ഡോഗാണ്. ഡോഗ് ലോയലായിട്ടൊരു ആനിമലാണ്. അപ്പോൾ നമ്മുടെ ഭയങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണെന്ന് പറയുന്നത്. അപ്പോൾ അതാണ് രണ്ടാമത്തെ കാർഡ്. എന്ത് നമുക്കിന്ന് ഫോക്കസ് ചെയ്യാം. ഈ രണ്ട് കാർഡും വന്നതുകൊണ്ട് ഫോക്കസ് എന്ന് പറയുന്നത് ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്നൊരു കാർഡാണ്. ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്നത് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു കാർഡാണ്. ഇന്ന് 3 മേജർ ആർക്കാന കാർഡുകളാണ് കേട്ടോ. മേജർ ആർക്കാന എന്ന് പറയുന്നത് ലോങ് ടേം നിൽക്കുന്ന പറയുന്നൊരു കാർഡാണ്. ആത്മീയ പാഠങ്ങളാണ്. ഉയർത്തെഴുന്നേൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടറിയാൻ പറ്റും, മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന മാലാഖേനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് റാഫേൽ എന്ന് പറയുന്ന മാലാഖയാണ് മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്. ഈ കാർഡ് വരുമ്പോൾ പൊതുവേ നമ്മൾ നടക്കില്ല, വിചാരിക്കില്ല എന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് പുതിയൊരു ഉണർവ് കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നൊരു തൊഴിൽ, ആഗ്രഹിക്കുന്നൊരു കോളിംഗ്, അതുപോലത്തെ കാര്യങ്ങൾ നടക്കാൻ സാധ്യതയെന്ന് പറയും. അപ്പോൾ ഈ 3 കാർഡുകളാണ് ഇന്ന് വരുന്നത്. അപ്പോൾ താങ്കൾക്ക് ഒരു ടഫ് ഡേ ആണെങ്കിലും ഒരുപക്ഷെ വൈകുന്നേരം ആകുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു 10-72 മണിക്കൂറിനുള്ളിൽ ഒരു പുനർജീവനം കിട്ടുമെന്നാണ് പറയുന്നത്. ഐ വിഷ് യു എ വെരി ഗുഡ് ഡേ. നമുക്ക് വൈകിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.